നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പിതാവ് തന്ന പാനപാത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്ത് കാത് അറുത്ത് കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടായോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി കൂടിയിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വടിയും പൊക്കണവും ചെരുപ്പും ഒന്നുമില്ലാതെ അയച്ചു, വല്ല കുറവും ഉണ്ടായോ? അവർ പറഞ്ഞില്ല. എന്നാൽ ഇനിയും നിങ്ങൾ വസ്ത്രം വിറ്റ് വാള് കൊള്ളുക. വസ്ത്രം വിറ്റ് വാള് കൊള്ളുക എന്ന് യേശു ഉദ്ദേശിച്ചത്, വസ്ത്രമെന്ന് പറയുന്നത് സ്ഥാനവസ്ത്രമാണ്. അവരുടെ മധ്യത്തിൽ അക്കാലത്തുണ്ടായിരുന്ന ഒരു ചിന്താഗതി, അവരുടെ ഒരു തെറ്റ്, ആരാണ് ഞങ്ങളിൽ വലിയവൻ എന്നുള്ളതായിരുന്നു. യേശു പാത്രത്തിൽ വെള്ളമെടുത്ത് അവരുടെ കാലുകൾ കഴുകി തുടച്ച് ചുംബിച്ച് ഒരു ദാസനെ പോലെ തന്നെത്താൻ താഴ്ത്തി. എന്നിട്ട് യേശു അവരോട് പറഞ്ഞത്, നിങ്ങളും ഇങ്ങനെ തമ്മിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ കാല് കഴുകണമെന്നല്ല, ഒരു ദാസന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, മറ്റവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം. പക്ഷേ യേശു താൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞത്, നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം, യേശു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആരാണ് അടുത്ത ലീഡർ? വലിയ തർക്കമായി. പത്രോസ് പറഞ്ഞു കാണും, ഞാനാണ് പ്രായമുള്ള ആൾ, കല്യാണമൊക്കെ കഴിച്ച ആൾ, ഞാൻ തന്നെ ആയിക്കോളാം, സ്വർഗ്ഗരാജ്യത്തിന് താക്കോലൊക്കെ എൻ്റെ കയ്യിലാണല്ലോ തന്നത്. യൂദ പറഞ്ഞു കാണും, പണസഞ്ചിയൊക്കെ എൻ്റെ കയ്യിലായതുകൊണ്ട്, ധനകാര്യം എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ തന്നെയാകാം. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു കാണും, യേശു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനാകാം. തോമസ് പറഞ്ഞു കാണും, ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാനാകാം. അങ്ങനെ ഓരോരുത്തർ തമ്മിൽ തർക്കിച്ച് ഇരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ വസ്ത്രം വിറ്റ് വാൾ കൊള്ളണം എന്ന് യേശു പറഞ്ഞത്, ഈ സ്ഥാനവസ്ത്രത്തിൻ്റെ ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കുക. എനിക്ക് ഉന്നത സ്ഥാനീയനായി അതിൻ്റെ വസ്ത്രം ധരിക്കണമെന്നുള്ള ആ ചിന്ത നിങ്ങൾ വിടുക. എന്നിട്ട് നിങ്ങൾ വാളെടുക്കുക എന്ന് പറഞ്ഞത്, ദൈവവചനം പ്രസംഗിക്കാൻ തയ്യാറാകുക. ഉപദ്രവവും പീഡയും ഒക്കെ സഹിച്ചുകൊണ്ട് നിങ്ങൾ മലയും കുന്നും ഒക്കെ കയറി, നിങ്ങൾ ചെന്നായ്ക്കട മധ്യ കുഞ്ഞാളിനെ പോലെ പോയി, നിങ്ങൾ സുവിശേഷമാകുന്ന വചനമാകുന്ന വാള് നിങ്ങൾ പ്രയോഗിക്കുക. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. അപ്പോൾ പത്രോസ് പറയുകയാണ്, 2 വാൾ ഞാൻ കരുതിയിട്ടുണ്ടെന്ന്. പത്രോസിൽ നിന്ന് ഈ വാക്ക് പുറത്തു വരണം എന്നുകൂടെ യേശു ഉദ്ദേശിച്ച് കാണും. യേശു പറഞ്ഞു, അത് മതി, അത് ഒരു പ്രവചന നിവൃത്തിയാണ്, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരുടെ എണ്ണപ്പെട്ടു എന്നുള്ള ആ പ്രവചന നിവൃത്തി ആണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും പഠിച്ചിട്ടും പത്രോസ് ഒന്നും പഠിച്ചില്ല, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒന്നും പഠിച്ചില്ല. അവർ വാള് കരുതിയിരിക്കുകയാണ് യേശുവിനെ പിടിക്കാൻ വരുന്നവരെ വെട്ടാൻ വേണ്ടി. പത്രോസ് അത് ചെയ്തു. മഹാപുരോഹിതന്റെ ദാസന്റെ കഴുത്തിനാണ് വെട്ടിയതെങ്കിലും വെട്ടുമാറിപ്പോയി, കാതിന് കൊണ്ടു, കാത് പറഞ്ഞു പോയി. യേശു അതെടുത്ത് ശരിയാക്കി. യേശു പത്രോസിനോട് പറയുകയാണ്, വാളുറയിലിടുക, പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ? യേശു അനുഭവിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ച് യേശു ഇവിടെ വിലയിരുത്തുന്നത് പിതാവ് തന്ന പാനപാത്രം എന്നാണ്. നമുക്കറിയാം, പണ്ട് യാക്കോബിന്റെ മകനായ യോസേഫിനെ സഹോദരന്മാർ പകച്ച് കുഴിയിൽ തള്ളിയിട്ടു, 20 വെള്ളിക്കാശിന് വിറ്റു. അവൻ പൊത്തിഫേറിന്റെ വീട്ടിൽ പീഡ അനുഭവിച്ചു, കാരാഗ്രഹത്തിൽ പീഡ അനുഭവിച്ചു, അവസാനമാണ് മന്ത്രിയായത്. അവൻ്റെ അടുക്കൽ ധാന്യം വാങ്ങാൻ ചെന്നവരോട് യോസേഫ് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിറ്റത് നിമിത്തം വ്യസനിക്കേണ്ട, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം എന്നെ മുൻപേ അയച്ചതാകുന്നു. ഇവിടെ യേശു ശിഷ്യരോട് പറയുകയാണ്, പിതാവ് തന്ന പാനപാത്രമാണ് ഇത്. യൂദ തന്ന പാനപാത്രമല്ല,
മഹാപുരോഹിതന്മാർ തന്ന, അല്ലെ പീലാത്തോസ് തന്ന, അല്ലെ യഹൂദന്മാർ തന്ന, അല്ലെങ്കിൽ മനുഷ്യർ തന്ന, അല്ലെങ്കിൽ പിശാച് തന്ന പാനപാത്രമല്ല, പിതാവായ ദൈവം തന്നതാണ്. ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങളിലുണ്ട്, ദുഷ്ടന്മാരുടെ ഓഹരിയായ പാനപാത്രം. അത് നരകത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് കുടിച്ചല്ലാതെ, ഗെത്സമനെ വെച്ച് യേശു പ്രാർത്ഥിച്ച് പറഞ്ഞ അതാണല്ലോ, ഞാൻ കുടിച്ചല്ലാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ പിതാവേ ഈ പാനപാത്രമെങ്കിൽ നീക്കണം. അതായത് യേശു എനിക്ക് മരിക്കാൻ മനസ്സില്ലെന്നല്ല പറഞ്ഞത്, പിതാവിൽ നിന്ന് വേർപെടുന്ന കാര്യം കുറച്ച് മണിക്കൂറുകൾ ആണെങ്കിൽ പോലും പിതാവിൽ നിന്ന് വേർപെടുന്നത് ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാനിത് കുടിച്ചെങ്കിലല്ലാതെ മനുഷ്യന് നന്മയുണ്ടാകുന്നില്ല എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസിനോട് ശിഷ്യന്മാരോടും പറയുകയാണ്, പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടേ. യേശു തനിക്കുണ്ടായ വേദനയോ പ്രയാസമോ മനുഷ്യരാലാണ് എന്ന് പറയുന്നില്ല. യൂദയാലോ മഹാപുരോഹിതന്മാരാലോ യഹൂദന്മാരാലോ ഒന്നുമാണെന്ന് പറയുന്നില്ല. പിതാവ് തന്നതാണ്. യെശയ്യാപ്രവചനം 53 അവനെ തകർത്തുകൊള്ളുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയെന്നാണ്. നമ്മുടെ നരകശിക്ഷ പിതാവിന് പുത്രൻ്റെ മേൽ കൊടുക്കുകയായിരുന്നു. അതാണ് പ്രതിപകരമായ രക്ഷാമാർഗം. അതിലാശ്രയിക്കുന്ന ആളുകളെ സൗജന്യമായി ദൈവം രക്ഷിക്കുകയാണ്. നമുക്ക് വേണ്ടി വേദനയേറ്റതെല്ലാം പിതാവ് അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ അത് സഹിച്ച യേശുവിനെ നമുക്ക് ഓർക്കാൻ, സ്നേഹിക്കാൻ, നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.